Hello everyone, welcome to Easy Learning YouTube channel. I am Rajesh Shetty. Today I am going to take you to CBSE Class 10 Economics Chapter 4. It deals with globalization and Indian economy. Before moving to the first question of this video, let me remind you to subscribe my channel and press the bell icon. Kindly watch the video till the very end and leave your valuable comments in the comment box. The previous questions of CBSE board exam and its answers are dealt in a simple way in this video. What do you mean by globalization and explain its various factors? ആഗോളവൽക്കരണം എന്ന് വെച്ചാൽ എന്താണ്, അതിന്റെ പ്രധാന ഘടകങ്ങൾ എന്താണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. The result of greater foreign investment and greater foreign trade has been greater integration and production and markets across countries. അതായത് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള കൂടുതൽ കച്ചവടവും ആ രാജ്യങ്ങളുടെ നമ്മുടെ രാജ്യത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റും അങ്ങനെയുള്ള രാജ്യാന്തര സ്വഭാവത്തിലുള്ള കച്ചവട സംവിധാനത്തെയാണ് യഥാർത്ഥത്തിൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. Globalization is the process of rapid integration or interconnection between countries. ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ it's the rapid integration, it's the process of rapid integration or interconnection between countries. രാജ്യങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ ഗ്ലോബലൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. More and more goods and services, investments and technology are moving between countries. ഓരോ നാൾ കഴിയുന്തോറും സേവനങ്ങളും അതുപോലെ ഗുഡ്സും പ്രോഡക്ട്സും ഒക്കെ തന്നെ ടെക്നോളജിയും ഒക്കെ തന്നെ രാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ സഹകരിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. Besides the movements of goods, services, investments and technology, there is one more way in which the countries can be connected. ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ തന്നെ വേറൊരു വിധത്തിലും രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. People usually move from one country to another in search of better income, better jobs or better education. അതായത് ജനങ്ങൾ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് മെച്ചപ്പെട്ട വരുമാനമുള്ള ജോലി, ജീവിത നിലവാരം ഉയർത്തുക, അല്ലെങ്കിൽ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകാറുണ്ടെന്നുള്ളത് നമുക്കറിയാം. The factors that lead to globalization. ഗ്ലോബലൈസേഷനിലേക്ക് ആഗോളവൽക്കരണത്തിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാന ഘടകങ്ങളാണ് ആദ്യത്തെ ടെക്നോളജി, സാങ്കേതികവിദ്യ. Rapid improvement in technology has been one major factor that has stimulated the globalization process. ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത് വിവര സാങ്കേതിക വിദ്യയുടെ കാലഘട്ടമാണ്. ഇത് യഥാർത്ഥത്തിൽ തന്നെ ആഗോളവൽക്കരണത്തിന്റെ പേസ് കൂട്ടി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു ഫാക്ടർ. For instance, the past 50 years have several improvements in transportation technology. ഗതാഗത സംവിധാനത്തിനും മറ്റും പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ കഴിഞ്ഞ 50 കൊല്ലത്തിനുള്ളിൽ ലോകത്ത് ഉണ്ടാവുകയുണ്ടായി. This has made much faster delivery of goods across long distances possible at lower cost. ചെറിയ ചെലവിലും അതുപോലെ തന്നെ വളരെ വേഗത്തിലുമൊക്കെ ഉൽപ്പന്നങ്ങൾ, പ്രോഡക്ട്സ് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക്, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യമുണ്ടായി. Even more remarkable have been the developments in information and communication technology. ട്രാൻസ്പോർട്ടേഷൻ ടെക്നോളജിയെക്കാളും യഥാർത്ഥത്തിൽ ഗ്ലോബലൈസേഷനെ സഹായിച്ച ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് വിവര സാങ്കേതിക വിദ്യയിലുണ്ടായ സാങ്കേതിക പുരോഗതിയാണ്. In recent times, technology in the areas of telecommunications, computers, internet has been changing rapidly. സമീപകാലത്ത് നമ്മൾ നോക്കിയാൽ കമ്പ്യൂട്ടർവൽക്കരണം അതുപോലെ ഇന്റർനെറ്റിന്റെ പ്രചാരമൊക്കെ തന്നെ വളരെയധികം കൂടിയതായിട്ടും ഇത് ഗ്ലോബലൈസേഷനെ വളരെയധികം സഹായിച്ചതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും. The second question, what do you mean by liberalization? ലിബറലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഉദാരവൽക്കരണം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ടാക്സ് ഓൺ ഇമ്പോർട്ട്സ് is an example of trade barrier.
ഇറക്കുമതി ചെയ്യുന്ന പ്രോഡക്ട്സിൽ സർക്കാരുകൾ എന്താണ് ഒരു പ്രത്യേക നികുതി ഏർപ്പെടുത്താറുണ്ട്. ഇറ്റ് ആക്ട്സ് as a trade barrier on imports of goods. It's called a barrier because some restriction has been set up. ഇതൊരു ബാരിയർ ആണ്, കച്ചവടത്തിനുള്ള തടസ്സമാണ്. കാരണം എന്താണ്? സർക്കാർ ചില ഉപാധികൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ചില പ്രോഡക്ട്സ് ഇറക്കുമതി ചെയ്യുന്നതിൽ വച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. Governments can use trade barriers to increase or decrease or otherwise regulate foreign trade and to decide what kind of goods and how much of each should come into the country. ഈ ട്രേഡ് ബാരിയർ എന്ന് പറയുന്നത് അതാത് സർക്കാരുകൾക്ക് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള കച്ചവടത്തെയും കയറ്റുമതി ഇറക്കുമതിയൊക്കെ തന്നെ നിയന്ത്രിക്കുവാൻ, റെഗുലേറ്റ് ചെയ്യാനുള്ള അനുവാദം അല്ലെങ്കിൽ അവകാശം കിട്ടുന്നു എന്നുള്ളതാണ്. The Indian government after independence had put barriers to foreign trade and foreign investment. ഇന്ത്യയിൽ മാറി മാറി വന്ന ഭരണകർത്താക്കൾ അവരും ഇത്തരത്തിലുള്ള ഇറക്കുമതി ചെയ്യുന്ന ഗുഡ്സിന് ചില നിബന്ധനകൾ, ചില നികുതികൾ ഒക്കെ വയ്ക്കുകയും ഇത് ഫോറിൻ ട്രേഡിനെ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കുകയും ചെയ്തതായിട്ട് നമുക്കറിയുവാൻ സാധിക്കും. This was considered necessary to protect the producers within the country from foreign competition. കൂടുതൽ മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യയോടുകൂടി പ്രോഡക്ട്സ് വിദേശ രാജ്യങ്ങളിൽ നിർമ്മിക്കപ്പെടുന്നത് ബാരിയർ ഇല്ലെങ്കിൽ, തടസ്സമില്ലാതെ നമ്മുടെ രാജ്യത്തിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ കമ്പനികളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുകയും അത് ബിസിനസ് രംഗത്ത് നമ്മുടെ കമ്പനീസിനെ ബഹുദൂരം മുന്നിലെത്തുകയും ചെയ്യും എന്നായിരുന്നു അന്നത്തെ സർക്കാരിന്റെ നയമെന്ന് പറയുന്നത്. ഇന്ത്യ allowed imports of only essential items such as machinery, fertilizers, petroleum, etc. ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥയാണ് പറയുന്നത്. അന്ന് ഇന്ത്യ ചില അപൂർവ വസ്തുക്കൾ മാത്രം ഇമ്പോർട്ട് ചെയ്യാൻ അനുവാദം കൊടുത്തിരുന്നു. മെഷീനറി, ഫെർട്ടിലൈസേഴ്സ്, പെട്രോളിയം എക്സെട്ര. യന്ത്രവൽക്കരണത്തിന് ആവശ്യമായിട്ടുള്ള മോഡേൺ മെഷീനറികൾ, ഫെർട്ടിലൈസേഴ്സ്, വളങ്ങൾ, പെട്രോളിയം പ്രോഡക്ട്സ് ഒക്കെ മാത്രമായിരുന്നു അനുവാദം കൊടുത്തിരുന്നത്. സ്റ്റാർട്ടിംഗ് around 1991, some far-reaching changes in policy were made in India. 30 കൊല്ലങ്ങൾക്ക് മുമ്പ്, അതായത് 1991 അതിനോടടുപ്പിച്ചൊക്കെ ഇന്ത്യയുടെ വിദേശ നയത്ത് ചില വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. The government decided that the time had come for Indian producers to compete with producers around the globe. അപ്പോഴത്തെ സർക്കാരിന്റെ ഒരു നയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്പനികൾക്ക് ആഗോള കമ്പനികളുമായിട്ട് മത്സരിക്കാനുള്ള വളർച്ച എത്തിക്കഴിഞ്ഞു എന്നുള്ള ഒരു അനുമാനത്തിൽ they felt that the competition would improve the performance of producers within the country since they would have to improve their quality. ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒന്നായിരിക്കും. അങ്ങനെ നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള പ്രൊഡ്യൂസേഴ്സിന് അവരുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഈ കോമ്പറ്റീഷൻ മുഖാന്തരം ഉണ്ടാവുകയും ചെയ്യുമെന്ന് അന്നത്തെ 1991 ഗവൺമെന്റ് തീരുമാനിക്കുകയും അവരുടെ കച്ചവട നയം മാറ്റുകയും ഉണ്ടായി. Thus, the barriers on foreign trade and foreign investment were removed to a large extent. അങ്ങനെ വിദേശ ഇൻവെസ്റ്റ്മെന്റിനും മുതക്കുമുടലിനും അതുപോലെ തന്നെ വിദേശ കച്ചവടത്തിനുമൊക്കെ അവർ ചില ഉണ്ടായിരുന്ന ബാരിയേഴ്സ് ഒക്കെ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി, മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. This meant that goods could be imported and exported easily and also foreign companies could set up factories and offices here. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്ത് നിന്നുള്ള വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുവാനും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുവാനും അതുപോലെ തന്നെ വിദേശ കമ്പനികൾക്ക് അവരുടെ ഫാക്ടറീസും ഓഫീസുകളും ഒക്കെ, നോഡൽ ഓഫീസുകളും സോണൽ ഓഫീസുകളും ഒക്കെ നമ്മുടെ രാജ്യത്ത് തുടങ്ങുന്നതിനുമുള്ള അനുവാദം നൽകുകയുണ്ടായി. Removing barriers or restrictions set up by the government is what is known as liberalization. ഇത്തരത്തിലുള്ള ബാരിയേഴ്സ് അല്ലെങ്കിൽ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിനെയാണ് ലിബറലൈസേഷൻ എന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് പറയുന്നത്. ഉദാരവൽക്കരണം എന്നാണ് പറയുന്നതിന്റെ ഒരു അർത്ഥം ഇത് തന്നെയാണ്. With liberalization of trade, businesses are allowed to make decisions freely about what they wish to import or export. അപ്പോൾ ലിബറലൈസേഷൻ വന്നതോടുകൂടി കച്ചവട സ്ഥാപനങ്ങൾക്ക്
കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൂടുതൽ കിട്ടുകയുണ്ടായി. The government imposes much less restrictions than before and therefore said to be liberal. ലിബറൽ അല്ലെങ്കിൽ ഉദാരവൽക്കരണം അല്ലെങ്കിൽ നയം ഉദാരമുള്ളതാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സർക്കാർ അവരുടെ പോളിസിയിൽ മാറ്റം വരുത്തുകയും ബാരിയേഴ്സിൽ റെസ്ട്രിക്ഷൻ വളരെ കുറച്ച് വരുത്തുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. In the last 30 years, globalization of Indian economy has come a long way. നമ്മൾ പറഞ്ഞതുപോലെ 1991 ശേഷം ഗ്ലോബലൈസേഷൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വളരെയധികം സ്വാധീനിക്കുന്ന രീതിക്ക് വന്നു. ദാറ്റ് മീൻസ് ഇറ്റ്സ് ആൻ ഇമ്പാക്ട് ഓഫ് ലിബറലൈസേഷൻ ഓൺ ഇന്ത്യൻ എക്കോണമി. അപ്പൊ അത് ഇന്ത്യൻ എക്കോണമിയെ വളരെയധികം സ്വാധീനിച്ചു എന്നുള്ളതാണ്. Globalization and greater competition among producers, both local and foreign producers, has been of advantage to consumers, particularly the well-off sections in the urban areas. Globalization അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് തമ്മിലുള്ള മത്സരവുമൊക്കെ അത് ഇന്ത്യൻ പ്രോഡക്ട്സും വിദേശീയമായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സും ഒക്കെ തമ്മിലുള്ള മത്സരം എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിന് വളരെയധികം ഉപകാരപ്രദമായി, പ്രത്യേകിച്ച് സിറ്റി ഏരിയകളിൽ താമസിക്കുന്ന അർബൻ ഏരിയയിൽ താമസിക്കുന്ന സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ബെറ്റർ പ്രോഡക്ട്സ് ചൂസ് ചെയ്യാനുള്ള അവസരം ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. The people today enjoy much higher standards of living than was possible earlier. നമുക്കറിയാം ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥയിൽ തന്നെ കാര്യമായ മാറ്റം ആഗോളവൽക്കരണം കൊണ്ടുണ്ടായി. The standard of living has improved than before. നേരത്തെക്കാളും ജീവിത നിലവാരം വളരെയധികം ഉയർന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. Firstly, MNCs or multinational companies have increased their investments in India over the past 30 years, which means investing in India has been beneficial for them. കഴിഞ്ഞ 30 കൊല്ലമായിട്ട് ബഹുരാഷ്ട്ര കമ്പനികൾ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസ് വലിയ രീതിയിൽ കോടാനുകോടി ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് അവർ ഇന്ത്യയിൽ നടത്തി. കാരണം എന്താ? ഇന്ത്യയുടെ മാർക്കറ്റ് അത്രയും ആകർഷകമാണ്, അവർക്ക് ലാഭകരമാണ് എന്നുള്ളത് കൊണ്ടാണ്. MNCs have been interested in industries such as cell phones, automobiles, electronics, soft drinks, fast food, or other services such as banking in urban areas. ബഹുരാഷ്ട്ര കമ്പനികൾ പലവിധ വ്യവസായങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിലെ പ്രധാനപ്പെട്ട ചിലത് നോട്ട് ചെയ്തിട്ടുണ്ടോ എന്നേ ഉള്ളൂ. സെൽഫോൺസിൻ്റെത്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, ഇലക്ട്രോണിക്സ്, കൂൾ ഡ്രിങ്ക്സിൻ്റെ, സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെത്, ഫാസ്റ്റ് ഫുഡ്, പിന്നെ ബാങ്കിങ് സെക്ടേഴ്സ്. നമുക്കറിയാം ന്യൂജൻ ബാങ്കുകളൊക്കെ അങ്ങനെ ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് വന്നതാണ്. These products have a large number of well-off buyers. ഈ പ്രോഡക്ട്സിനൊക്കെ തന്നെ ഇന്ത്യയിൽ നല്ല രീതിയിലുള്ള ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു കൺസ്യൂമേഴ്സിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. In these industries and services, new jobs have been created. പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടായി. Also, local companies supplying raw materials etc. to these industries have prospered. ഇവർക്ക് വേണ്ടുന്ന അസംസ്കൃത വസ്തുക്കൾ സപ്ലൈ ചെയ്ത വ്യവസായങ്ങളും വളരെയധികം പുരോഗമിച്ചു. Secondly, several of the top Indian companies have been able to benefit from the increased competition. ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ച് എന്താണ്? ഈ തരത്തിലുള്ള കോമ്പറ്റീഷൻ അവരുടെ ബിസിനസ് ലാഭം വർദ്ധിപ്പിച്ചു. Thus, the globalization has enabled some large Indian companies to emerge as multinational themselves. അങ്ങനെ ഇന്ത്യയിൽ മാത്രം കച്ചവടം നടത്തി ഒതുങ്ങിക്കൂടിയിരുന്ന പല കമ്പനീസും ഇന്ന് ലോകം അറിയുന്ന മൾട്ടിനാഷണൽ കമ്പനീസായി മാറിയിട്ടുണ്ട്. എക്സാമ്പിൾ ടാറ്റ മോട്ടോഴ്സ്, ഇൻഫോസിസ്, റാൻബാക്സി, ഏഷ്യൻ പെയിന്റ്സ് എക്സെട്ര. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽപ്പെട്ട ടാറ്റ, IT ഫീൽഡിലെ ഇൻഫോസിസ്, വൈദ്യശാസ്ത്ര രംഗത്ത് അതായത് മരുന്ന് നിർമ്മാണത്തിൽ, ഔഷധ നിർമ്മാണത്തിലൊക്കെ മുന്നിൽ നിൽക്കുന്ന റാൻബാക്സി, പെയിന്റ് കമ്പനിയായ ഏഷ്യൻ പെയിന്റ്സ് ഒക്കെ പ്യൂർലി ഇൻഡിജീനിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ സ്ഥാപിക്കപ്പെട്ട, ഇന്ത്യയിൽ തന്നെ ആസ്ഥാനമായിട്ടുള്ള കമ്പനീസ് ആണ്. ഇന്ന് അവർ ലോകം അറിയുന്ന മൾട്ടിനാഷണൽ കമ്പനീസ് ആണ്. Globalization has also created new opportunities for companies providing services, particularly IT. ഇൻഫർമേഷൻ ടെക്നോളജിയിൽ പല ഇന്ത്യൻ കമ്പനീസും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ കൊടുത്തു എന്നുള്ളതും ആഗോളവൽക്കരണത്തിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്സിൽ ഒന്നാണ്. Thus, a host of services such as data entry, accounting, administrative task, engineering are now being done cheaply in countries such as India and are exported to the developed countries. ഇതുപോലെ തന്നെ
പൊതുവിൽ ഇന്ത്യക്കാർക്ക് പലവിധ അവസരങ്ങൾ കിട്ടി. എങ്ങനെയാണ് ഡേറ്റ എൻട്രി, അക്കൗണ്ടിങ്, അതുപോലെ തന്നെ അഡ്മിൻ വർക്കുകൾ, എഞ്ചിനീയറിംഗിന്റെ ഇതൊക്കെ എന്താണ് അമേരിക്കയും കാനഡ, ഓസ്ട്രേലിയ പോലുള്ള പല ഡെവലപ്ഡ് കൺട്രീസിലെ ലേബർ ഇന്ത്യൻസ് ഏറ്റെടുക്കുകയും അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അനേക ലക്ഷം പേർക്ക് തൊഴിലവസരങ്ങൾ കിട്ടുകയും ആഗോളവൽക്കരണം കൊണ്ട് ഉണ്ടായി. Thus we have come to the end of this video. Thank you all for watching my video.